അർദ്ധനഗ്നരായി മുഖമറച്ച് ശരീരമാസകലം എണ്ണയും കരിയും തേച്ച് ഇരുട്ടത്ത് പതുങ്ങി നിന്ന് തക്കം കിട്ടിയാൽ വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കുന്ന, വേണ്ടി വന്നാൽ ആളുകളെ വരെ കൊലപ്പെടുത്താൻ മടിയില്ലാത്ത കുറുവ സംഘങ്ങൾ. മലയാളിയുടെ പേടി സ്വപ്നമായ ഈ കുറുവ സംഘം ആരാണ്? പകൽ സമയങ്ങളിൽ ആക്രി വിൽപ്പനയും കച്ചവടവുമായി സജീവമായവർ മോഷ്ടിക്കാൻ പാകമുള്ള വീടുകൾ നോക്കിവെക്കും. രാത്രിയാകുമ്പോൾ 2-3 പേർ കൂട്ടമായെത്തി മോഷണം നടത്തും. പിടിക്കപ്പെടുവെന്നായാൽ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവിക്കും. കുറുവ എന്നാൽ തമിഴിൽ ആയുധധാരികൾ എന്നാണ് അർത്ഥം വരുന്നത്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർ ഈ സംഘത്തിലുണ്ട്. മോഷണം കുറുവ സംഘങ്ങളുടെ കുലത്തൊഴിലാണ്. പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ തന്ത്രങ്ങളും മെയ്വഴക്കവും സാങ്കേതിക വിദ്യയുടെ മികവ് കൂടിയായപ്പോൾ കുറുവ സംഘങ്ങൾ പണ്ടത്തേക്കാൾ ശക്തരായി. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതേപോലുള്ള തിരുട്ട് ഗ്രാമങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ മേൽവിലാസമോ തിരിച്ചറിയൽ രേഖകളോ ഇല്ലാത്ത ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് പലപ്പോഴും പോലീസിന് പോലും ദുസ്സഹമായ കാര്യമാണ്.